അങ്ങനെ നമ്മൾ റൂമിൽ കുറേ നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് തൊഴാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ സമയം ഏകദേശം 2:30 ആയിട്ടുണ്ട്. നമ്മൾ 3:30 ഒക്കെ ആകുമ്പോൾ, പുലർച്ചെ 3:30 ആകുമ്പോഴാണ് നമ്മുടെ ഗിരിവലം നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് നമ്മൾ നേരെ പോയിട്ട് റൂമിൽ കിടന്നതിന് ശേഷം അങ്ങനെ ടയേർഡായിട്ട് കിടന്നുറങ്ങിപ്പോയി. എന്നിട്ട് ഏകദേശം ഒരു 10 മണി 11 മണിക്ക് ആകുമ്പോഴാണ് എണീറ്റത്. നമ്മൾ തൊഴുതിറങ്ങി. നല്ല തിരക്കായിരുന്നു ഉള്ളിൽ. ശരിക്കും പറഞ്ഞാൽ ആളെ എണ്ണി വിടുക, അതായത് നിർത്താനും സമ്മതിക്കില്ല. ആളെ എണ്ണി വിടലായിരുന്നു ഉള്ളിൽ. നടന്ന് ഈ കുഴപ്പം അങ്ങനെയായിരുന്നു ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ രാജഗോപുരത്തിൻ്റെ അവിടേക്ക് നടന്നുകൊണ്ടിരിക്കുക. നമ്മുടെ ബാക്കിൽ കാണുന്നത് നമ്മുടെ വടക്കോ തെക്കോ ആണ് ഗോപുരം കാണുന്നത്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്താ വെച്ചാൽ, നമ്മൾ ഇന്നലെ ഗിരിവലം വയ്ക്കുമ്പോൾ നമുക്ക് മോക്ഷ ഗണപതി എന്ന് പറഞ്ഞിട്ടൊരു ഗണപതിയുടെ ഒരു അമ്പലമുണ്ട്. അത് കയറാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ പൗർണമി ആയപ്പോൾ ഈ മോക്ഷ ഗണപതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ചെറിയൊരു ഗ്യാപ്പിൽ കൂടെ പുറത്തേക്ക് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല ക്യൂ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ രാത്രി നമുക്കത് കയറാൻ പറ്റിയില്ല. അപ്പം നമ്മൾ ഇനി രാജഗോപുരത്തിൻ്റെ അവിടേക്ക് പോയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോറിക്ഷ വിളിച്ചിട്ട് നമ്മൾ അവിടേക്ക് പോകാനുള്ളൊരു പ്ലാനാണ്. ഇനി നമ്മുടെ ഇതാണ് അമ്പലത്തിൻ്റെ കുളം. ഇതിപ്പോൾ ആൾക്കാർക്ക് കുളിക്കാനൊന്നും ഉപയോഗിക്കുന്നില്ല. പണ്ട് കാലത്ത് ആൾക്കാർ കുളിച്ചിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഫുള്ള് ഇതിൽ ഓരോ കടലാസും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കിടക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഓട്ടോറിക്ഷ വിളിച്ചിട്ട് ഇപ്പോൾ നമ്മൾ നമ്മുടെ മോക്ഷ ഗണപതിയുടെ അവിടേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം രാജഗോപുരത്തിൻ്റെ അവിടെ നിന്ന് ഏകദേശം 5 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ 5 കിലോമീറ്ററിന് 300 രൂപയാണ് പറഞ്ഞത്. 300 രൂപയ്ക്ക് കൊണ്ടുപോയിട്ട് അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ രാജഗോപുരത്തിൻ്റെ അവിടേക്ക് തന്നെ നമ്മൾ കൊണ്ടുനിറക്കുമെന്നാണ് പറഞ്ഞത്. നമ്മൾ ഇന്നലെ ഈ വഴി കൂടെയൊക്കെയാണ് നമ്മൾ ഇന്നലെ ഗിരിവലം നടന്നു വന്ന വഴിയാണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. ഇത് 2 സൈഡിലും ആൾക്കാർ കൊണ്ട് നിറഞ്ഞിട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇന്നലെയൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഫുള്ള് വണ്ടികളൊക്കെ പോണ റൂട്ടും കൂടിയാണ് കേട്ടോ നമ്മൾ ഇന്നലെ ഗിരിവലം വന്ന വഴി എന്ന് പറയുന്നത്. ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഗിരിവലം വെക്കണം കേട്ടോ. പൗർണമി ദിവസം വന്നിട്ട് നമ്മൾ തിരുവണ്ണാമലയിൽ ഗിരിവലം വെക്കണം. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ നമ്മളിത് മോക്ഷ ഗണപതിയുടെ അവിടെ എത്തി. നമ്മൾ ഈ കാണുന്ന ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ഇതിൻ്റെ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് നമ്മൾ ഇന്നലെ ഗിരിവലൊക്കെ വെച്ച് പോയത്. ഇപ്പോൾ ആൾക്കാർ ഇപ്പോഴും ക്യൂ ഒക്കെ ഉണ്ട്. കുറച്ച് ആൾക്കാർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോരുത്തരൊക്കെ പോകാൻ പറ്റുള്ളൂ ആ ഗ്യാപ്പിൽ കൂടെ. അപ്പോൾ ആ ഗ്യാപ്പിൽ കൂടെ പോയി വന്നിട്ടുണ്ടായാലും മോക്ഷം ലഭിച്ചു എന്നാണ് വിശ്വാസം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് ഈ മോക്ഷ ഗണപതിയുടെ ഉള്ളിൽ കൂടെ വരേണ്ടത്. ചിലവർ തടിയുള്ളവരൊക്കെ കുടുങ്ങാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലാണ് പുറത്തേക്ക് വരേണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ രാജഗോപുരത്തിൻ്റെ അവിടേക്ക് തിരിച്ച് വന്നിട്ട് നമ്മൾ ഭിക്ഷാടനമൊക്കെ നടത്തിയിട്ടോ. അവിടെ ഭിക്ഷാടനം എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ കാര്യസിദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഭിക്ഷാടനമൊക്കെ എടുക്കുന്നത്. അതായത് ഭിക്ഷ ഇടുന്നവനും ഭിക്ഷ എടുക്കുന്നവനും പുണ്യം എന്നാണ് അവിടുത്തെ ഒരു രീതി. അതുകൊണ്ട് നമ്മൾ ഭിക്ഷ എടുത്ത പൈസ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, അവിടെ ഭക്ഷണത്തിന് ഇതില്ലാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഭക്ഷണം വാങ്ങി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഭിക്ഷ എടുത്ത പൈസ കൊണ്ട്. ഞാൻ പിച്ചെടുത്ത പൈസ നേരെ ഞാൻ വെണ്ണാരത്തിലിടുകയാണ് ചെയ്തത്. എല്ലാവരും വെണ്ണാരത്തിലിടുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാനും വെണ്ണാരത്തിലിട്ടത്. അങ്ങനെ ഫൈനലി നമ്മൾ റൂമിലെത്തി. നമ്മളവിടെ ഭിക്ഷാടനമൊക്കെ നടത്തിയിട്ടാണ് വന്നത്. നമ്മൾ ഇന്നലെ രാത്രി ഏകദേശം ഒരു 9:30 ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഗിരിവലം സ്റ്റാർട്ട് ചെയ്തിട്ട് അങ്ങനെ പോയിട്ട് ഏകദേശം 3:30 ആകുമ്പോഴാണ് നമ്മൾ 14 കിലോമീറ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് നമ്മുടെ അണ്ണാമലയാർ ടെമ്പിളിൻ്റെ ഫ്രണ്ടിലെത്തുന്നത്. എന്നിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ വന്നിട്ട് റൂമിൽ കിടന്നു. കാരണം വെച്ചാൽ അമ്പലം തുറക്കാൻ 5:30 ആവും. അപ്പോൾ ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മുടെ തിരുവണ്ണാമലയ്ക്ക് വരുന്നവരുണ്ട് വെച്ചാൽ ഈ പൗർണമി ദിവസങ്ങൾ നോക്കി വരാൻ നോക്കുക. പൗർണമി ദിവസങ്ങളിൽ വരുമ്പോഴാണ് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ദിവസം. അതേപോലെ തന്നെ പൗർണമി ഡേയ്സിൽ വരുമ്പോൾ ഈ കുറേ ത്യാഗങ്ങളും ഈ തിരക്കും എല്ലാതും സഹിച്ച് നിൽക്കാൻ പറ്റുന്നുള്ളവർ മാത്രം ഈ പൗർണമി ദിവസത്തിൽ അണ്ണാമലയ്ക്ക് വന്നാൽ മതി. അല്ലെങ്കിൽ എന്താ വെച്ചാൽ സാധാരണ നോർമൽ ദിവസങ്ങളിൽ പൗർണമിക്ക് ഇവിടെ സ്പെഷ്യലാണ്. കാരണം പൗർണമിക്ക് ഇവിടെ ഒരുപാട് ആൾക്കാർ ഉണ്ടാവും. എന്താ പറയുക, ലക്ഷക്കണക്കിന് ആൾക്കാരെന്ന് പറയാം. ഈ 14 കിലോമീറ്ററും റോഡ് ഫില്ലായിട്ടാണ് ആൾക്കാർ നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും ഇന്നലത്തെ തിരക്ക്, പൗർണമിയുടെ തിരക്ക്. പൗർണമിക്ക് തൊഴുമ്പോഴാണ് നമ്മുടെ തിരുവണ്ണാമലയിൽ ഏറ്റവും ബെനിഫിറ്റ് ഉള്ള ദിവസം. അപ്പോൾ പൗർണമിക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് വരാം. പക്ഷേ ഇങ്ങനെ കുറേ തിരക്കും ഇതെല്ലാതും സഹിച്ച് നിൽക്കണം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വന്നോളൂ വരണവരുണ്ടെങ്കിൽ. പിന്നെ നോർമൽ ദിവസം വന്നാലും നമുക്ക് ഈ ഗിരിവലം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അപ്പോഴൊന്നും വലിയ തിരക്കുണ്ടാവില്ല. അതായത് ഇപ്പോൾ ഒരു ബുധനാഴ്ച നമ്മൾ സാധാരണ ഒരു ബുധനാഴ്ച ചൊവ്വാഴ്ച അങ്ങനെയൊക്കെ ആയിട്ട് വരികയാണ്. സാധാരണ ദിവസങ്ങളിൽ വരികയാണെന്ന് വെച്ചാൽ ഇവിടെ യാതൊരു തിരക്കുണ്ടാവില്ല. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഗിരിവലം ചെയ്യാം. പിന്നെ ഗിരിവലം ചെയ്യുമ്പോൾ മോസ്റ്റ്ലി നമ്മൾ രാത്രി ഗിരിവലം ചെയ്യാൻ നോക്കുക. അതായത് ഏകദേശം ഒരു 10 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് പുലർച്ചെ തീരുന്ന രീതിയിൽ ചെയ്യാൻ നോക്കുക. കാരണം വെച്ചാൽ രാവിലെയൊക്കെ വന്ന് ചെയ്യുകയാണെന്ന് വെച്ചാൽ നമുക്ക് റോഡൊക്കെ പഴുത്ത് നിൽക്കും. അപ്പോൾ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ അതൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരുപാട് വിശർത്ത് കുളിക്കും രാവിലെയൊക്കെ ചെയ്യുമ്പോൾ. ഏറ്റവും ബെറ്റർ ടൈം എന്ന് പറയുന്നത് നമ്മൾ രാത്രി, അതായത് ഒരു ഏകദേശം ഒരു 10 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്താലും മതി. 10 മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഒരു 14 കിലോമീറ്റർ നമ്മൾ നടക്കുമ്പോൾ ഒരു 5 മണിക്കൂർ, ഒരു 6 മണിക്കൂറിനുള്ളിലൊക്കെ നമ്മുടെ ഗിരിവലം ചെയ്യും. ഞാൻ ചെയ്തപ്പോൾ 5 മണിക്കൂറിനുള്ളിൽ നമ്മുടെ ഗിരിവലം കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ അണ്ണാമലയ്ക്ക് കോവിലിൻ്റെ അവിടെ എത്തി. പക്ഷെ നമ്മളപ്പോൾ ടെമ്പിൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ എന്നിട്ട് റൂമിലേക്ക് വന്നിട്ട് നമ്മൾ വൈകുന്നേരം ഒരു 2:30-3 മണിയായപ്പോൾ നമ്മൾ നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ എന്താ പറയുക, നമ്മുടെ അമ്പലം ഫുള്ള് കാലിയായിരുന്നു. നമ്മൾ ഉച്ചയ്ക്ക് പോയത് കൊണ്ട് തന്നെ അണ്ണാമലയെ കണ്ടു. അണ്ണാമലയുടെ ഫ്രണ്ടിൽ എത്തിന്നിട്ട് നിന്ന് തൊഴാനൊന്നും പറ്റില്ല. അവിടെയുള്ള നമ്മുടെ കാവൽക്കാർ നമ്മളെ എണ്ണി വിടുക എന്ന് പറയില്ല, അതേപോലെ മാറുന്ന രീതിയിലുള്ള വിടലും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ജസ്റ്റ് അണ്ണാമലയിൽ അങ്ങ് മനസ്സിൽ നിന്ന് തൊഴാമെന്ന് മാത്രം. അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഉച്ചയ്ക്ക് പോകുമ്പോൾ. അതൊക്കെ നമുക്ക് ഒരു അനുഗ്രഹം പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇവിടുന്ന് അടുത്തത് ഇനി പോണത് കാട്ട്പാടിക്കാണ്. കാട്ട്പാടി നമ്മുടെ സിദ്ധി വിനായക ടെമ്പിളിലേക്കാണ് ഇനി നമ്മൾ ഇവിടുന്ന് പോണത്. അങ്ങനെ നമ്മൾ സിദ്ധി വിനായക ടെമ്പിളിലെത്തി. നമ്മുടെ അമ്പലമായതുകൊണ്ട് തന്നെ നമുക്ക് ഫോണും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. നല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മുടെ മേല് ഫുള്ള് ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫോൺ നമുക്കൊരു സ്ലിപ്പ് തരും. ആ സ്ലിപ്പ് കൊടുത്താൽ നമുക്ക് ഫോൺ തിരിച്ച് കിട്ടും. അതായത് അമ്പലത്തിൽ കയറുമ്പോൾ ആ സ്ലിപ്പ്, ഫോൺ കൊടുത്തിട്ട് ആ സ്ലിപ്പ് വാങ്ങണം. സ്ലിപ്പ് എന്നിട്ട് നമ്മൾ ഫോൺ എക്സിറ്റിൽ പോയിന്നുണ്ടല്ലോ, ആ സ്ലിപ്പ് കൊടുത്ത് നമുക്ക് ഫോൺ കിട്ടും. അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അമ്പലം കാണാനൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമ്പലം കേട്ടോ. അമ്പലം തൊഴുതിന് ശേഷം എനിക്ക് മനസ്സിലൊരു നല്ലൊരു തൃപ്തിയൊക്കെ തോന്നിയ ഒരു അമ്പലം കൂടിയാണ് നമ്മുടെ സിദ്ധി വിനായക ടെമ്പിൾ എന്ന് പറയുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അമ്പലമാണ്. പറയാതിരിക്കാൻ വയ്യ. ഈ നടുക്കിൽ, കുളത്തിൻ്റെ നടുക്കിലായിട്ട് നമുക്കൊരു വിഘ്നേശ്വരൻ ഇരിക്കുന്നത് കാണാം. പിന്നെ നമ്മുടെ കുളമൊക്കെ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗുരുവായൂർ അമ്പലക്കുളം പോലെ പച്ച കളർന്നല്ല, നല്ല നീല കളറിലുള്ള വെള്ളമൊക്കെയാണ് കേട്ടോ നമുക്കിവിടെ കാണാനുള്ളത്. പണ്ടൊക്കെ ഈ വെള്ളത്തിൽ കുളിക്കാനൊക്കെ പറ്റിയിരുന്നു. ഇപ്പോൾ ആരെയും കുളിക്കാനൊന്നും ഇറക്കണില്ല. ഇപ്പോൾ ഏകദേശം കാല് കഴുകാൻ മാത്രമേ പറ്റുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഈ കുളം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം തിരുപ്പതിയിൽ നിന്ന് ഏകദേശം ഒരു 70 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പോൾ തിരുപ്പതിയിൽ നിന്ന് കാറിലൊക്കെ തിരുപ്പതി വരുന്നവർക്ക് നമുക്ക് ഇവിടെ വിനായക ടെമ്പിൾ, കാണിപ്പാക്കം വിനായക ടെമ്പിളിൽ വന്നിട്ട് തൊഴുതിട്ട് പോകാം. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് വെച്ചാൽ, പണ്ട് ഇവിടുത്തെ ആൾക്കാർ കുളിക്കാൻ വേണ്ടിയിട്ട്, വെള്ളത്തിന് വേണ്ടിയിട്ട് കുഴി കുത്തിയപ്പോൾ ഇവിടുത്തെ ഇതൊന്ന് വിഘ്നേശ്വരനെ കിട്ടിയെന്നാണ്. അതായത് ആ കുഴി കുത്തിയ സ്ഥലത്ത് വിഘ്നേശ്വരനെ കിട്ടി. അപ്പോൾ ആ കുഴി കുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ആ കൈക്കോട്ടം നിന്നതിലേക്ക് കുഴി കുത്തി ഉണ്ടാവും. അപ്പോൾ ആ കുഴി കുത്തുന്ന ടൈമിൽ ഈ വിനായകൻ്റെ മേത്ത് തട്ടിയിട്ട് തല പൊട്ടിയിട്ട് ചോര വന്നു എന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ അന്നത്തെ കാലത്ത് ശരിക്കും ഏകദേശം പണ്ടുള്ള കാര്യങ്ങളാട്ടതൊക്കെ. പണ്ട് ആ ടൈമിൽ പറയുമ്പോൾ ഇവിടെ നിന്ന് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുത്തെ ഗ്രാമവാസികൾ വെള്ളത്തിന് വേണ്ടിയിട്ട് കുഴി കുത്തിയപ്പോഴാണ് ഈ വിനായകൻ്റെ വിനായകൻ്റെ വിഗ്രഹം അവർക്ക് കിട്ടുന്നത്. ശരിക്കും ഇവിടുത്തെ വിനായകൻ്റെ വിഗ്രഹത്തിന് പകുതി മീൻസ് ഈ ഒരു സൈഡ് ഇങ്ങനെ ചെത്തിപ്പോയ പോലത്തെ ഒരു വിഗ്രഹമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് വരുന്ന വഴിക്ക് നമ്മുടെ വിനായകൻ്റെ ഒരു ഫോട്ടോ വാങ്ങി. ഇതേപോലെയാണ് നമ്മുടെ വിനായകൻ നമ്മുടെ ശ്രീകോവിലിൻ്റെ ഉള്ളിലിരിക്കുന്നത്. തലയുടെ ഭാഗം ചെറുതായിട്ടൊരു വളവുള്ള പോലെ കാണാം നമുക്ക് ഫോട്ടോയിൽ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ വിനായകൻ ശ്രീകോവിലിൻ്റെ ഉള്ളിലിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വരസിദ്ധി വിനായകൻ്റെ അമ്പലത്തിൽ വരുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് വർത്തായിട്ടുള്ളൊരു അമ്പലം തന്നെയായിരിക്കും. കാരണം എനിക്ക് ഇവിടെ പോയി തൊഴുതപ്പോൾ നല്ലൊരു മനഃശാന്തി, ആ ഒരു ബ്ലെസ്സിങ്സ് ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങാണ്ട് തൊഴുതിട്ട് ഇനി പോണ വഴിക്ക് നമ്മുടെ ലഞ്ച് കഴിക്കണം. എന്നിട്ട് നമ്മൾ നേരെ ഗുരുവായൂർക്ക് വിടുകയാണ്. പോണ വഴിക്ക് അറിയില്ല, ഇനി സേലത്തൊരു അമ്പലം കൂടി ഉണ്ട്. അത് കവർ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം നമ്മൾ ചിലപ്പോൾ സേലത്തെത്തുമ്പോൾ ഇരുട്ടാവും. അപ്പോൾ ആ ടൈമിൽ അമ്പലം അടച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഗുരുവായൂർക്ക് വിടും. അതാണ് പ്ലാൻ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് ഇറങ്ങാം.